ഖുർആനിൽ ഒരു ഇന്റേണൽ മിറക്കിളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എവ്രി സിംഗിൾ ഹ്യൂമൻ ബീങ് ആസ് എ യൂണീക് ബയോളജിക്കൽ ഐഡന്റിറ്റി കോഡ്. ദാറ്റ് മീൻസ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത 6-ാം നൂറ്റാണ്ടിലേക്ക് വന്നിട്ട് ഖുർആൻ ഈ ഒരു ബയോളജിക്കൽ സീക്രട്ട് റിവീൽ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അൾട്ടിമേറ്റ് റിവീലേഷൻ ആണ്. നമ്മൾ അങ്ങനെയല്ല എന്ന് വാശി പിടിച്ചിട്ടോ വിമർശിച്ചിട്ടോ യാതൊരു കാര്യമില്ല. കാരണം ഖുർആൻ ഓൾറെഡി അത് സ്കോർ ചെയ്ത് കഴിഞ്ഞു. സൂറത്തുൽ ഖിയാമ വേഴ്സ് നമ്പർ 3 ആൻഡ് വേഴ്സ് നമ്പർ 4. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. മനുഷ്യൻ വിചാരിക്കുന്നുണ്ട് അവന്റെ ബോൺസിനെ നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റൂല എന്നുള്ളത്, മരിച്ചതിന് ശേഷം പുനർജീവിപ്പിക്കാൻ പറ്റൂല എന്നുള്ളത്. ഇസ്ലാമിനെതിരെ ചില വാദങ്ങളുണ്ട്. അപ്പൊ അതിനെ വളരെ കണ്ണിങ് ആയിട്ട് നെക്സ്റ്റ് ലെവൽ കോൺഫിഡൻസിലാണ് അടുത്ത ആയത്തിലൂടെ അല്ലാഹു തആല കൗണ്ടർ ചെയ്യുന്നത്, ചലഞ്ച് ചെയ്യുന്നത്. ബല, അതെ, ഖാദിരീന അലാ നുസവ്വിയ ബനാന. അവന്റെ വിരൽ തുമ്പുകളെ പോലും ശരിപ്പെടുത്താൻ, ഫിംഗർ ടിപ്സിനെ പോലും റീക്രിയേഷൻ ചെയ്യാൻ നാം കഴിവുള്ളവനായിരിക്കും. അവന്റെ ബോൺസിനെ നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണോ എന്നുള്ള കൗണ്ടറിംഗ് ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫിംഗർ പ്രിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിക് ഐഡന്റിഫിക്കേഷൻ കോഡാണ്. അത് മണ്ണിൽ ദ്രവിച്ചു കഴിഞ്ഞാൽ ആ ഒന്നുമില്ലായ്മയിൽ നിന്ന് പോലും ഒരു കറക്ഷനും ഇല്ലാതെ എന്റേതായിട്ടും നിങ്ങളതായിട്ടും റീക്രിയേഷൻ ചെയ്യാൻ അള്ളാഹുവിന് കഴിവുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ ഒരു കോമൺ ടെക്സ്റ്റ് അല്ല, ഇറ്റ്സ് എ ഡിവൈൻ സിഗ്നേച്ചർ. ഡാർക്ക് ഏജ് എന്ന് വിളിക്കപ്പെടുന്ന 6-ാം നൂറ്റാണ്ടിലേക്ക് വന്നിട്ട് ഈ ഒരു ബയോളജിക്കൽ സീക്രട്ട് ഒക്കെ റിവീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോൺഫിഡന്റ് ലെവൽ ഏതാ റേഞ്ച് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയേ. കാരണം ഇത് തെറ്റാൻ പാടില്ല. തെറ്റിയാൽ ഖുർആനിന്റെ ക്രെഡിബിലിറ്റി ലോസായി. അപ്പൊ അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി മാത്രം പണിയെടുക്കാതെ അള്ളാഹുവിനെ കണ്ടെത്താനും മനസ്സിലാക്കാനും പടച്ചവനുമായിട്ട് കൂടുതൽ അടുക്കാനും നമ്മൾ ശ്രമിക്കുക. കാരണം മരണം നമ്മളെ കണ്ടുമുട്ടുന്നതിന് മുമ്പ്, നമ്മൾ മരണത്തെ അല്ല, മരണം നമ്മളെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് we have to turn to Allah. Inshallah.